ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഒരു ബീച്ച് റോഡ് റൈഡും പിന്നെ ബീച്ച് റോഡിലെ ഒരു കൊച്ചു റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഫുഡിങ്ങുമാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂരിലെ എടശ്ശേരിയിലുള്ള വഴിയോരം ബീച്ച് റെസ്റ്റോറൻറ്റിലാണ്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഇവിടെ ഒരു ആൾക്കൂട്ടം കണ്ട് എന്താ സംഭവം എന്ന് പറഞ്ഞു നോക്കുമ്പോൾ നല്ല ഫ്രഷായി പിടിച്ചുകൊണ്ട് വന്ന മീനുകളുടെ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിൽ നിന്നും അധികം മാറി നിൽക്കാനൊന്നും പറ്റാത്തവർക്കും അധികം പൈസ ചിലവാക്കിയുള്ള ഔട്ടിംഗ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്കും പറ്റിയ ടൈപ്പ് ഔട്ടിംഗ് ആണ് കേട്ടോ ഇത്. ഒന്നും നോക്കണ്ട, മോർണിംഗ് എണീറ്റാൽ വണ്ടി എടുത്ത് അങ്ങോട്ട് ഇറങ്ങാം. സിമ്പിൾ ഒരു ബീച്ച് റോഡ് റൈഡും പിന്നെ ഇതുപോലത്തെ കൊച്ചു റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ഭക്ഷണം തീരദേശ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കഴിച്ച് പിന്നെ ഒരു കട്ടൻ ചായയോ പാൽ ചായയോ ബൂസ്റ്റോ ഹോർലിക്സോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ച് കയ്യിൽ പിടിച്ച് അതുമായി കടൽ തീരത്ത് പോയിരുന്ന് ഈ തണുത്ത കാറ്റും തീരദേശ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാവുന്നതാണ്. ആർക്കും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു ഔട്ടിംഗ്. നമ്മൾ എത്തിയിരിക്കുന്നത് എടശ്ശേരിയിലെ വഴിയോരം റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. വഴിയോരം ബീച്ച് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാ നാടൻ പലഹാരങ്ങളും നമുക്ക് കിട്ടും. ബ്രേക്ക്ഫാസ്റ്റും നമുക്ക് കിട്ടും. പുട്ടും കടല, പൂരി മസാല, നൂലപ്പം മുട്ടക്കറി, വെള്ളയപ്പം മുട്ടക്കറി, ചിക്കൻ കറി, ബീഫ് കറി, പിന്നെ എന്താ ഇല്ലാത്തതെന്ന് വെച്ചാൽ നാടൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം തന്നെ ഇവിടെ കിട്ടും. എല്ലാതും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. റീസണബിൾ, വെരി വെരി എല്ലാവർക്കും എഫോർഡബിൾ ആയ റേറ്റുമാണ്. പിന്നെ വിട്ടുപോയി ദോശ, മസാല ദോശ, മുട്ട പുഴുങ്ങിയത്, ഇഡ്ഡലി, ഇതെല്ലാം കിട്ടും. ഇനി ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ പരിചയപ്പെടുത്താം. സാധാരണ ഈ പഴംപൊരിയും ബീഫും ആണല്ലോ എല്ലാവരും കഴിച്ച് ഹിറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ വെജിറ്റേറിയൻകാർ എന്ത് ചെയ്യും? അപ്പോൾ പഴംപൊരിയോടൊപ്പം നല്ല കടലക്കറി കൂട്ടി കഴിച്ചാൽ എൻ്റെ മോനെ ഒന്നും പറയാനില്ല. പിന്നെ ഒരു കട്ടൻ ചായയും എല്ലാ നാടൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും കടികളുടെയും ഒപ്പം കട്ടൻ ചായ ഉണ്ടെങ്കിൽ സംഭവം ഡെലിഷ്യസ് ആയി. നല്ല ബഹുക്ഷേമം നാടൻ കടലക്കറി എന്തിൻ്റെ ഒപ്പം പോകും? പുട്ടായിക്കോട്ടെ, വെള്ളയപ്പായിക്കോട്ടെ, പൂരി ആയിക്കോട്ടെ, അത് ഇവിടുത്തെ പൂരി മസാലയോ ഭയങ്കര ടേസ്റ്റാണ്. എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും പോകും. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ കണ്ടാലോ. ഇവിടെ നല്ല ബിസി ഓൺ കിച്ചണാണ് കേട്ടോ. ഭയങ്കര സ്നേഹത്തിലാണ് നമ്മളെ വരവേറ്റത്. വളരെ കാഷ്വലാണ് ഈ ചേച്ചിമാരെല്ലാം. നല്ല ചൂടുള്ള പഴംപൊരി വറുത്ത് കോരിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് വെള്ളയപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോ 6 മാസം ചേച്ചി ഇവിടെ ഞങ്ങളെ പൂര ആവണ ടൈമില്ലേ അപ്പളേ വരും. ശരി, പൊറോട്ടയും വെള്ളയപ്പം ഉണ്ടാക്കാണ്ട് ഞങ്ങൾ ഉള്ളി അരിയാൻ പറയാ വന്ന ദോശ ദോശ. പക്ഷെ വന്നിട്ടല്ലേ ഉള്ളൂ, വന്ന ആളെ ജോലി ചെയ്യില്ല. അവരാടെ ജോലി എന്തോ വേണം, ഒരെണ്ണം വേണം. ഓ സുഖായിട്ടിരിക്കണോ ചോദിച്ചെല്ലാരും? അതെ, ഒരെണ്ണം മതി, ഒരെണ്ണം മതി. താങ്ക് യു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെയാണ് കടികളിലേക്ക് കണ്ടുപോയത്. ഞാൻ നോക്കുമ്പോഴുണ്ടാ ചില്ലുകൂടിനുള്ളിൽ വെളിച്ചെണ്ണപ്പം ഇരിക്കുന്നു. എങ്ങനെ വന്നുകൊണ്ടിരിക്കും. കയറി ചെല്ലുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ഈ നേപ്പാളി ചേട്ടൻ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് പൊറോട്ട ഉരുട്ടി പരത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കട്ടൻ ചായയും കടികളൊക്കെ ആയിട്ട് ബീച്ചിൻ്റെ തീരത്തിരുന്ന് കഴിക്കാൻ പോവാം.
എവിടേക്ക് പോവാണാവോ? ആ എടുക്കണ്ട്. നൈസ് ഒരു ബ്രേക്ക്ഫാസ്റ്റും പിന്നെ നല്ല ബീച്ച് റോഡ് വൈബും ആസ്വദിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എടശ്ശേരി ബീച്ചിൽ നിന്നും തളിക്കുളം ബീച്ചിലേക്ക് പോകുന്നതിൻ്റെ കുറച്ച് ബീച്ച് വ്യൂസ് കാണാം കേട്ടോ. പിന്നെ ഈ ഔട്ടിങ്ങിന് ആകെ എടുത്ത ടൈം ഒരു 1 hour 15 minutes ആണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ ട്രൈ ചെയ്യുകയും ചെയ്തു, വയറ് നിറയുകയും ചെയ്തു. നമുക്കാകെ വന്ന എക്സ്പെൻസ് വെറും 300 രൂപയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം.